ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം. ഈ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ചിങ്ങം രാശിക്കാർക്ക് ജന്മവ്യാഴം നടന്നുകൊണ്ടിരിക്കുന്നതായ സമയമാണ്. രാഹുകേതുക്കൾ 2-ലും 8-ലും, ചൊവ്വ 24-ാം തീയതി വരെ 2-ാം ഭാവത്തിലും അതിനുശേഷം 3-ാം ഭാവത്തിലും, ശുക്രൻ 25-ാം തീയതി വരെ 3-ലും ശേഷം 4-ലും, സൂര്യൻ 16-ാം തീയതി വരെ 4-ാം ഭാവത്തിലും അതിനുശേഷം 5-ലും, ശനി 4-ാം ഭാവത്തിലും, ബുധൻ 6-ാം തീയതി വരെ 4-ാം ഭാവത്തിലും അതിനുശേഷം 26-ാം തീയതി വരെ 5-ാം ഭാവത്തിലും, ശേഷം 6-ലും ആകയാൽ ഗുണദോഷ മിശ്രത്തിൽ ദോഷാധിക്യമായിരിക്കുന്ന ഒരു സമയമാണിത്. കുടുംബത്തിലെ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷത്തിന് മാറ്റം വരും. ദാമ്പത്യക്ലേശം, സന്താനക്ലേശം എന്നിവയും അനുഭവമാകും. പൊതുവെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ശുഭാപ്തി വിശ്വാസം കുറയാൻ ഇടകാണുന്നു. സഹായികളാലും മറ്റും തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ കൂടിയും അപ്രതീക്ഷിതമായിരിക്കുന്ന ധനനഷ്ട യോഗവും സ്വസ്ഥതക്കുറവും ഉണ്ടാകും. സാമ്പത്തിക ക്രമക്കേടുകൾ മൂലം മനക്കഷ്ടതയും അനുഭവമാക്കും. മെഡിക്കൽ രംഗത്തുള്ളവർക്കും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും ഗുണപ്രദമായിരിക്കുന്ന ഒരു സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാലഭിഷേകം, അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് ഗുണകരമാണ്. ചിങ്ങം രാശി, മകം, പൂരം,